Hi everyone, my name is Adulya. I am from Malappuram. ഞാൻ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ലേൺവേഴ്സിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കോളേജിൽ പോയിട്ട് ഡിഗ്രി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വഴിയാണ് ഞാൻ ലേൺവേഴ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ഒരു മാഡം എന്നെ കോൺടാക്ട് ചെയ്തു. ആലിയ മാം ആയിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാം എനിക്ക് ലേൺവേഴ്സിനെ കുറിച്ചും അതുപോലെ ഞാൻ ചൂസ് ചെയ്യാൻ വിചാരിച്ച സബ്ജക്ട്സിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അതിനിടയിൽ മാം ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞു, മെന്റർഷിപ്പ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മെന്റർഷിപ്പ് എന്ന് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാകുമ്പോൾ മെന്റർഷിപ്പ് ഉണ്ടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മെന്ററിനെ കോൺടാക്ട് ചെയ്തു. അനുഷ്യ മാം ആയിരുന്നു എൻ്റെ മെന്റർ. അപ്പോൾ മാം എനിക്ക് ആലിയ മാം പറഞ്ഞു തന്ന സെയിം കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ആയിട്ട് എനിക്ക് ഒന്നുകൂടെ പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ നമുക്ക് എക്സാംസിനെ കുറിച്ചാണെങ്കിലും അതുപോലെ അസൈൻമെന്റ്സിനെ കുറിച്ചാണെങ്കിലും ലൈവ് സെക്ഷൻ ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് കുറച്ചുകൂടെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കോൺവെർസേഷനിലൂടെ എനിക്ക് ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയി. ഈ കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 4 ഇയർ ബാക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പോകെ എനിക്ക് മാറിക്കൊണ്ടിരുന്നു. അതായത് നമുക്കിപ്പോൾ ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ മെന്റർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ മെന്റേഴ്സായാലും നമുക്ക് ഡെസ്പായി നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് നമ്മളെ ഒന്നുകൂടെ മോട്ടീവ് ചെയ്തിട്ട് നമ്മളത് മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാടധികം നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ ലേൺവേഴ്സിൽ ചേർന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറിയില്ല ഏത് ടൈമിലാണ് എക്സാം, ഏത് ടൈമിലാണ് അസൈൻമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് ടൈമിൽ അത് വെക്കണം, അതിൻ്റെ എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മെന്റർ തന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീക്ക്ലി കോൾസ് ഉണ്ടായിരുന്നു. ആ വീക്ക്ലി കോൾസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാം. അതായത് നമുക്കിപ്പോൾ ഡെസ്പാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായത് നമുക്കിപ്പോൾ തളർന്നിരിക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും മാഡം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരുപാടധികം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ലേൺവേഴ്സിൽ ചേർന്നത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ മെന്റർഷിപ്പ് എടുത്തതിൽ എനിക്ക് അതിലേറെ ഹാപ്പിയാണ് ഞാൻ. ഓരോ മെന്റേഴ്സായാലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന രീതിയിലാണ് എല്ലാ മെന്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് സെക്ഷൻസിൽ തന്നെ നമുക്കത് അവരുടെ ചോദിക്കാവുന്നതും അവരപ്പോൾ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ തരും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് പറഞ്ഞു തരും ചെയ്യും. അതുപോലെ തന്നെ അത് എല്ലാവർക്കും ഒന്നുകൂടെ യൂസ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ അത് 4 ഇയർ ബാക്ക് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചതൊന്നുമല്ല. അപ്പോൾ അത് കിട്ടിയതിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ആംബിഷൻ എന്ന് പറയുന്നത് എനിക്ക് HR ആവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് സാധിക്കുമോ, ഡിഗ്രീനെ കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് പറ്റുമോ, അതുപോലെ HR എന്നൊരു ആ പോസ്റ്റിലേക്ക് എനിക്ക് മാറാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. പക്ഷേ ഈ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് HR എന്ന പോസ്റ്റിലേക്ക് എനിക്ക് എൻ്റെ വിഷയത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് ലേൺവേഴ്സിൽ വന്നതുകൊണ്ടാണ്. സോ താങ്ക് യു ലേൺവേഴ്സ്.